രണ്ടാമത്തെ പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാഠത്തിന്റെ പേര് ഫാദർ ഡിയർ ഫാദർ, അച്ഛ പ്രിയപ്പെട്ട അച്ഛ. Lesson 4, Father dear father. This is a letter from a son to his father. ഒരു മകൻ അച്ഛനയക്കുന്ന കത്തിന്റെ രൂപത്തിലാണ് ഈ പാഠം. മകന്റെ പേര് രാഹുൽ. രാഹുൽ, the boy, he loves life as natural as possible. ജീവിതത്തെ വളരെ സ്വാഭാവികമായി സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ ആണ് അവന് താല്പര്യം. അതേസമയം while അതേസമയം his father, അവന്റെ അച്ഛനാവട്ടെ, he enjoys a kind of a complicated life. അല്പം സങ്കീർണമായ ഒരു ജീവിത ശൈലിയാണ് അദ്ദേഹത്തിന് താല്പര്യം. Father was not very happy with the boy's approach to life. അച്ഛന് ജീവിതത്തോട് തൻ്റെ മകൻ കാണിക്കുന്ന അപ്രോച്ച്, സമീപനം, അതിനോട് അത്രയ്ക്കൊന്നും സന്തോഷം തോന്നുന്നില്ല. He is not at all happy with his son's approach to life. ലൈഫിനോടുള്ള തൻ്റെ മകന്റെ സമീപനം. അപ്രോച്ച് എന്ന വാക്കിന്റെ അർത്ഥം സമീപനം. സ്പെല്ലിംഗ് APPROACH, approach. Here are the essential differences between the father and the son. അച്ഛനും മകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ലൈഫിനെ സിമ്പിളായി കാണാൻ കഴിയുന്ന മകൻ, ജീവിതത്തെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ. ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി എന്ന് നമുക്ക് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. കത്ത് ഇങ്ങനെയാണ്: മുൻപ് കുട്ടിയുടെ കാൽമാർക്ക് നഷ്ടത്തിന് അവന്റെ ഫസ്റ്റ് റാങ്ക് സ്ലിപ്പായി സെക്കൻഡ് റാങ്കായി പോയതിന് അവനെ ശകാരിച്ചുകൊണ്ട് അച്ഛൻ രാഹുലിന് ഒരു കത്തെഴുതിയിരുന്നു. അത് അവനെ വേദനിപ്പിച്ചു. ആ കത്തിനുള്ള മറുപടി കത്താണ് ഇപ്പോൾ രാഹുൽ തിരിച്ച തൻ്റെ അച്ഛൻ എഴുതുന്നത്. കത്ത് എങ്ങനെയാ തുടങ്ങുന്നത്? അതുതന്നെയാണ് പാഠത്തിന്റെ തുടക്കവും. Dear Papa, this is in answer to your letter about my transgression. എൻ്റെ ട്രാൻസ്ഗ്രഷൻ, എൻ്റെ വീഴ്ച, നിയമലംഘനം, അതിനെ സംബന്ധിച്ച് അച്ഛൻ എനിക്ക് കത്തെഴുതിയല്ലോ. അതിനുള്ള മറുപടിയാണിത്. യെസ്, അതെ. മൈ ഫസ്റ്റ് റാങ്ക് സ്ലിപ്ഡ് ടു ദ സെക്കൻഡ്. എൻ്റെ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് ആയി പോയി. യു അഡ്വൈസ് ദാറ്റ് ഐ ഷുഡ് തിങ്ക് ബിഫോർ ആൻസറിങ് ദ പേപ്പേഴ്സ്. അച്ഛൻ എപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്, ഉത്തരക്കടലാസിൽ ഉത്തരം എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ തീർച്ചയായിട്ടും പലതവണ ചിന്തിക്കണമെന്ന്. യെസ്, അതെ. ദ ഓപ്പറേറ്റിംഗ് വേർഡ് തിങ്ക് ഡിഡ് മേക്ക് മീ റിഫ്ലക്ട്. ആ വാക്കുണ്ടല്ലോ, തിങ്ക്, ചിന്തിക്കുക എന്ന ആ പ്രവൃത്തി വാക്ക്, അതെ, അതെന്നിൽ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു. ആൻഡ് ദീസ് ആർ ദ റിഫ്ലക്ഷൻസ് ഓഫ് മൈ തോട്ട്. ഇതെന്റെ ചിന്തയുടെ പ്രതിഫലനങ്ങൾ തന്നെയാണ് എന്ന് പറയാം. ദീസ് ആർ ദ റിസൾട്ട്സ് ഓഫ് ദോസ് റിഫ്ലക്ഷൻസ്. ആ റിഫ്ലക്ഷൻസിന്റെ, റിഫ്ലക്ഷൻ എന്നതിന് ഇവിടെ പാഠത്തിൽ അർത്ഥം മനസ്സിന്റെ പ്രതിഫലന ചിന്ത എന്നാണ് അർത്ഥം. അതിന്റെ ഫലമാണ് ഞാൻ എഴുതുന്ന ഈ കത്ത് എന്ന് പറയും. അച്ഛൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഒരുപാട് മനസ്സിൽ ആലോചിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഈ കത്ത്. ഫാദർ, അച്ഛ, we have never really been close and I can't rightly say you have been my friend, philosopher, guide, etc. അച്ഛൻ എൻ്റെ ഫ്രണ്ടാണ്, ഫിലോസഫറാണ്, ഗൈഡാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. യെറ്റ്, എന്നാലും I would like you to be aware of my thoughts. എൻ്റെ ചിന്തകളെ കുറിച്ച് അച്ഛൻ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. They are very important to me. എൻ്റെ ചിന്തകൾ എനിക്ക് പ്രധാനം തന്നെയാണ്. You are highly educated and you provide very well for the family. അച്ഛന് നല്ല വിദ്യാഭ്യാസമുണ്ട്, കുടുംബത്തെ നന്നായി നോക്കുന്നു. And you provide very well for the family. Very well, വളരെ നന്നായി. For the family, കുടുംബത്തിന് വേണ്ടി. പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നൽകുന്നു എന്ന അർത്ഥമാണ്. പ്രൊവൈഡ് എന്നതിന് നൽകുക എന്ന അർത്ഥം. പക്ഷേ ഇൻ യുവർ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, ഒരു കാര്യം ചോദിച്ചോട്ടെ അച്ഛാ, അച്ഛൻ്റെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ഡു യു അപ്ലൈ പൈതഗോറസ് തിയറം? അച്ഛൻ പൈതഗോറസ് തിയറം പ്രയോഗിക്കാറുണ്ടോ? ഓർ അതുമല്ലെങ്കിൽ
ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി, ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റി ഉപയോഗിക്കാറുണ്ടോ? അച്ഛൻ അതൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, അതൊന്നും അച്ഛൻ ഇപ്പൊ വലിയ അത്യാവശ്യമില്ല ഉപയോഗിക്കാൻ അല്ലേ ജോലിയില്. ഫോർ ദാറ്റ് മാറ്റർ, ആ കാര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഡസ് യുവർ ഡോക്ടർ ഫ്രണ്ട്, അച്ഛൻ്റെ ഡോക്ടർ ഫ്രണ്ടിനും അതിന്റെ ആവശ്യം വരാറില്ലല്ലോ. ഓർ അതുമല്ലെങ്കിൽ യുവർ ലോയർ ബ്രദർ, അച്ഛന്റെ സഹോദരൻ വക്കീലാണല്ലോ, അദ്ദേഹത്തിനും പണ്ട് പഠിച്ച പൈതഗോറസ് തിയറത്തിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ അന്ന് അതൊക്കെ പഠിച്ച് വെറുതെ സമയം കളഞ്ഞു, അതൊന്നും വേണ്ടായിരുന്നു അവർക്ക് അല്ലേ എന്നാണ് കുട്ടി അച്ഛനോട് ചോദിക്കുന്നത്. യെസ്, തുടർന്നുള്ള ഭാഗം കത്ത് തുടരുകയാണ്. പപ്പ, മൈ ഗ്രാൻഡ് ഫാദർ സ്പീക്സ് ഓഫ് എ കെയർ ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. എൻ്റെ മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്വൈര്യമായ, സ്വസ്ഥമായ, മനോഹരമായ കുട്ടിക്കാലം അവർക്കുണ്ടായിരുന്നുവെന്ന്. ഓഫ് ഡേയ്സ് സ്പെൻഡ് ഇൻ പ്ലക്കിംഗ് മാംഗോസ് ആൻഡ് ഗുവാസ് ഫ്രം ദർ ഓർച്ചാർഡ്. അവരുടെ ഫലവൃക്ഷത്തോപ്പിൽ നിന്ന് മാമ്പഴങ്ങളും പേരയ്ക്കായും ഒക്കെ പറിച്ച് നടന്ന, അങ്ങനെ സമയം ചെലവഴിച്ച ഒരു കാലം. ഓഫ് പിക്നിക്സ് ഓൺ ദ റിവർ ബാങ്ക്സ്, നദീതീരത്ത് അവർ പിക്നിക്കിന് പോയത്. വേർ ദ മെൻ കുക്ക്ഡ് മൗത്ത് വാട്ടറിംഗ് ഫുഡ്, അവിടെ ആളുകൾ വായിൽ വെള്ളമൂറുന്ന ഭക്ഷണം പാചകം ചെയ്ത കാര്യം. ഓഫ് പ്ലേയിങ് മാർബിൾസ്, മാർബിൾ കളിച്ച കാര്യം. ആൻഡ് ഗില്ലി ദാന്ത, കുട്ടിയും കോലും പോലത്തെ ഒരു കളി, ഒരു ഗെയിം ഓഫ് ടിപ്പ് ക്യാറ്റ്, അതാണ് ഗില്ലി ദാന്ത, അതൊക്കെ കളിച്ച കാര്യം, ഗില്ലി ദാന്ത. ആൻഡ് ഫ്രം ഹിസ് ടോക്ക്, മുത്തശ്ശൻ പറയണ കേട്ടാറുണ്ടല്ലോ അച്ഛാ, ഇറ്റ് സീംസ് സ്റ്റഡീസ് വർ ആൻസിലറി സബ്ജക്റ്റ്. പഠനം എന്നൊക്കെ പറഞ്ഞാല് ഒരു അനുബന്ധ വിഷയം മാത്രമാണ്, അതായത് ആൻസിലറി സബ്ജക്റ്റ് മാത്രമാണ്. ആൻഡ് ലിവിങ് ആൻഡ് എക്സ്പീരിയൻസിങ് വാസ് ദ മേജർ സബ്ജക്റ്റ്. ജീവിക്കുക, അനുഭവ സമ്പത്ത് ഉണ്ടാക്കുക എന്നതാണ് പ്രധാന വിഷയം. ഫാദർ, ഈസ് ഹി ഫിബിങ്? അച്ഛാ, മുത്തശ്ശൻ കളി പറയുകയാണോ, നുണ പറയുകയാണോ? ഫാദർ, ഈസ് ഹി ഫിബിങ്? ഓർ അതുമല്ലെങ്കിൽ is it possible that the world has turned topsy-turvy in just about 70 years? കഴിഞ്ഞ 70 വർഷങ്ങൾ കൊണ്ട് ലോകം കീഴ്മേൽ മറിഞ്ഞു പോയോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് 70 വർഷം എന്ന് കുട്ടി സൂചിപ്പിച്ചത്? മുത്തശ്ശന്റെ പ്രായം, മുത്തശ്ശന് 70 വയസ്സായി. അപ്പൊ മുത്തശ്ശന്റെ ആ കുട്ടിക്കാലം കഴിഞ്ഞ് ഇന്നിപ്പോ എല്ലാം ഇങ്ങനെയൊന്നും അല്ല, മുത്തശ്ശൻ പറയുന്ന പോലെ ഒന്നുമല്ല ഇന്നത്തെ കഥ. ഇന്ന് പഠനമാണ് മെയിൻ സബ്ജക്റ്റ്, ബാക്കി ജീവിതമൊക്കെ അനുബന്ധ വിഷയമായിട്ട് സൈഡിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പൊ മൈ ഗ്രാൻഡ് മദർ ഈസ് സെമി ലിറ്ററേറ്റ്, എൻ്റെ മുത്തശ്ശിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എന്നാലും യെറ്റ് ഷീ ഈസ് അറ്റ് പീസ് വിത്ത് ഹെർ പോട്ട്സ് ആൻഡ് പാൻസ്. മുത്തശ്ശി തൻ്റെ പാത്രങ്ങളും മറ്റുമൊക്കെയായി, ഫ്ലവേഴ്സ്, പൂക്കള്, പൂന്തോട്ടം, ഭഗവത്ഗീത, സ്ക്രിപ്റ്റേഴ്സ്, ഇതൊക്കെ ആയിട്ട് വളരെ സ്വസ്ഥതയിലാണ് ജീവിക്കുന്നത്. എന്നാൽ എൻ്റെ അമ്മയോ, മൈ മദർ ഹൈലി ക്വാളിഫൈഡാ, ഹൈലി സ്ട്രോങ് ആണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല മാനസിക പിരിമുറുക്കത്തിലുമാണ്, ടെൻസ് ആണ്, നെർവസ് ആണ്. ഡു യു തിങ്ക് ലിറ്ററസി മേക്സ് അസ് റെസ്റ്റ്ലെസ്, അഫ്രൈഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്? അച്ഛന് തോന്നുന്നുണ്ടോ ഈ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ റെസ്റ്റ്ലെസ് ആവും, കൂടുതൽ അഫ്രൈഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും എന്നൊക്കെയാണോ ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് അച്ഛാ എന്നാണ് രാഹുൽ എന്ന കുട്ടി തൻ്റെ കത്തില് അച്ഛനോട് ചോദിക്കുന്നത്. ഓ പപ്പ, ലാസ്റ്റ് വീക്ക്, ഇനിയൊരു കാര്യം പറയട്ടെ പപ്പ, കഴിഞ്ഞ ആഴ്ച മൈ റോസ് പ്ലാന്റ് ഓൾമോസ്റ്റ് ഡൈഡ്, എൻ്റെ റോസച്ചെടി ഏതാണ്ട് ഡൈഡായി. അപ്പോ സം പെസ്റ്റ്, ചില കീടങ്ങളാണ് അതിന് കാരണം. ആൻഡ് ഐ ആസ്ക്ഡ് മൈ ബയോളജി ടീച്ചർ, ഞാൻ പോയി എൻ്റെ ബയോളജി ടീച്ചറോട് ചോദിച്ചു, വാട്ട് ഐ ഷുഡ് ഡു ടു സേവ് ഇറ്റ്, എൻ്റെ ഈ ചെടികളെ രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ആൻഡ് ഷി വാസ് ക്രോസ്. അപ്പോ ടീച്ചറോ ദേഷ്യപ്പെട്ടു. ഉണ്ടോ? ഷി വാസ് ക്രോസ് എന്ന് പറഞ്ഞാല് ടീച്ചർ വഴക്കായി. ഷീ സെഡ്, ദേഷ്യം വന്നു എന്നർത്ഥം. ഷീ സെഡ്, ടീച്ചർ പറഞ്ഞു, ഗോ ആസ്ക് ദ ഗൈ ഹു കീപ്സ് ഗാർഡനിങ് തിങ്സ്. നീ പോയിട്ട് പൂന്തോട്ടം സൂക്ഷിക്കുന്ന തോട്ടക്കാരനോട് ചോദിക്കുക, അതായിരിക്കും നല്ലത്. ഹി വിൽ ടെൽ യു, അയാൾ പറഞ്ഞു തരും. വി ലേൺ അബൌട്ട് പെസ്റ്റിസൈഡ്സ്, ഞങ്ങൾ കീടനാശിനികളെ കുറിച്ച് പഠിക്കുന്നു. പക്ഷേ വി ഡു നോട്ട് നോ ഹൗ ടു യൂസ് ദം, ഈ കീടനാശിനികൾ എങ്ങനെയാ ഉപയോഗിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. ഓ ഫാദർ, അച്ഛാ, ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ടു മീ, ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. വൈ ദി ആപ്പിൾ ഡസ് നോട്ട് ഫാൾ അപ്വേർഡ്സ്, അഥവാ എനിക്കത് അത്ര വലിയ വിഷയമല്ല. ആപ്പിൾ എന്തുകൊണ്ടാണ് മേലോട്ട് പോവാത്തത് എന്നത് എന്റെ പ്രധാന വിഷയമല്ല.
പിന്നെയോ നോർ ഡു ഐ കെയർ വാട്ട് ആർക്കിമിഡീസ് ഡിഡ്. ആർക്കിമിഡീസ് ചെയ്ത കാര്യവും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. വാട്ട് മാറ്റേഴ്സ് ടു മീ ഈസ് ദാറ്റ് മൈ റോസ് പ്ലാന്റ്സ്. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? എന്റെ റോസ് ചെടിയാ. അതായത് ആർക്കിമിഡീസ് പറഞ്ഞ പ്ലവന തത്വമോ ബയോൺസി പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ പൈതഗോറസ് പറഞ്ഞ കാര്യമോ ഒന്നും എനിക്ക്, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൺ പറഞ്ഞ കാര്യമൊന്നും അല്ല എനിക്കിപ്പോ വേണ്ടത്. എൻ്റെ ലൈഫിൽ വന്ന ഒരു പ്രോബ്ലം, അത് സോൾവ് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷനാണ് എനിക്ക് വേണ്ടത്. മൈ റോസ് പ്ലാന്റ് ഷുഡ് റിമെയിൻ ഹെൽതി, അത്രേ ഉള്ളൂ. വെൻ ദർ ഈസ് എ ഫ്യൂസ് ഇൻ മൈ ഹൗസ്, ഓക്കെ, എൻ്റെ വീട്ടിലെ ഫ്യൂസ് പോകുമ്പോൾ ഐ ഷുഡ് നോ സംതിങ് ടു റിപ്പയർ ഇറ്റ്. അത് റിപ്പയർ ചെയ്യാനായിട്ട് എനിക്കറിയാമായിരിക്കും. I should know how to make a desk for myself from my carpenter's tools. എൻ്റെ കയ്യിലുള്ള carpenter's tool ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മേശ ഉണ്ടാക്കണമെന്ന് എനിക്കറിയണം. ഇൻസ്റ്റഡ് അതിന് പകരം പിന്നെന്താ ഞാൻ പഠിക്കുക? I learn about hypotenuse. ഞാൻ പൈതഗോറസ് തിയറം, അതുപോലെ തന്നെ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ്, റിലേഷണൽ സ്ക്വയേഴ്സ്, കർണം, വർഗബന്ധങ്ങള്, ഇതൊക്കെ ഞാൻ ഫോർമുലകളായി പഠിച്ച് കഷ്ടപ്പെടുവാ. പപ്പ, once I asked my grandmother, എൻ്റെ മുത്തശ്ശിയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, how she got to be so wise. മുത്തശ്ശിക്ക് എങ്ങനെയാ ഇത്ര ബുദ്ധി വന്നതെന്ന്. Do you know പപ്പ what she said? മുത്തശ്ശി പറഞ്ഞത് എന്താണെന്ന് അറിയോ? By living and experiencing. കുഞ്ഞെ, ജീവിച്ച് അനുഭവ സമ്പത്തൂടെ, അങ്ങനെയാണ് ആ മുത്തശ്ശിക്ക് ബുദ്ധി ഉണ്ടായത്. And she laughed as though I had asked something which was so obvious. വളരെ ക്ലിയർ ആയിട്ട് എന്തോ ഒരു കാര്യം ഞാൻ ചോദിച്ചതുപോലെ മുത്തശ്ശി ചിരിച്ചു. ആർ വി ലിവിങ് പപ്പ, ഓർ ഈസ് ലൈഫ് ബൈപാസിങ് അസ്? പപ്പ, നമ്മൾ ജീവിക്കുകയാണോ അതോ ജീവിതം നമ്മളെയും കടന്നു പോവുകയാണോ? ഓരത്തോടെ ജീവിതം നമ്മളെയും കടന്നു പോവുകയാണോ? വാട്ട് ഐ ഫിയർ ഈസ് ദാറ്റ്, എൻ്റെ പേടി എന്താണെന്നറിയോ? ഇഫ് ഐ വേർ ടു മീറ്റ് ന്യൂട്ടൺ ഫേസ് ടു ഫേസ്, ഐസക് ന്യൂട്ടനെ നേരിട്ട് കാണാൻ എനിക്ക് ഇടയായാലും I would fail to recognize him. ന്യൂട്ടനെ ഞാൻ തിരിച്ചറിയാനൊന്നും പോണില്ല. So busy am I learning about him. ന്യൂട്ടനെ കുറിച്ച് പഠിക്കുന്നതിൽ അത്രയ്ക്ക് വലിയ തിരക്കിലാണ് ഞാനിവിടെ. അതാണ് കാരണം. So that do you know papa that about my transgression that brought about my fall? ആ 4 മാർക്ക് നഷ്ടം, എൻ്റെ ഫസ്റ്റ് റാങ്ക് സ്ലിപ്പായി പോയി എന്ന് പറഞ്ഞല്ലോ, സെക്കൻഡ് റാങ്ക് ആയി എന്ന് പറഞ്ഞല്ലോ, അതെവിടെയാ സംഭവിച്ചെന്നറിയോ പപ്പ? ഇറ്റ് വാസ് എ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഐറ്റം. അത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഐറ്റം ആയിരുന്നു. ഐ ഹെൽഡ് ദാറ്റ് ഐ വാസ് ഇൻവൈറ്റഡ് ടു ടീ. ഞാൻ നിർബന്ധമായും പറഞ്ഞു ഐ വാസ് ഇൻവൈറ്റഡ് ടു ടീ എന്നാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. ആൻഡ് മൈ ടീച്ചർ വാസ് അഡമന്റ്. ടീച്ചർക്ക് ഒരേ ശാഠ്യം, അഡമന്റ് എന്ന് വെച്ചാൽ നിർബന്ധ ബുദ്ധി. ദാറ്റ് ഹി വാസ് ഇൻവൈറ്റഡ് ഫോർ ടീ, അങ്ങനെയാണ് വേണ്ടതെന്നാണ് ടീച്ചറുടെ പക്ഷം. എന്തായാലും എ മാറ്റർ ഓഫ് ഗ്രാമർ, അതൊരു ഗ്രാമർ പ്രശ്നം. ആൻഡ് പപ്പ, if he says George Bush is the president of India, ഇന്ത്യയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് ആണെന്ന് ടീച്ചർ പറഞ്ഞാലോ? it will have to be so. അത് അങ്ങനെ ആവണം. if he says the sun rises in the west, സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് പറഞ്ഞാലോ? so be it, അങ്ങനെ ആവണം. and if he says the earth is flat, ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാൽ it will be my papa at least on my answer papers. പറഞ്ഞത് എൻ്റെ ഉത്തരക്കടലാസിലെങ്കിൽ അങ്ങനെ വേണം, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടില്ല. മൈ ഫസ്റ്റ് റാങ്ക് ഈസ് അറ്റ് സ്റ്റേക്ക്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് റാങ്ക് പോയി. യു സി സ്റ്റിൽ, എന്നാലും മൈ ഡിയറസ്റ്റ് പപ്പ, എൻ്റെ പ്രിയപ്പെട്ട പപ്പ, ഞാൻ പപ്പ പറഞ്ഞ വാക്ക് എപ്പോഴും ഓർമ്മിക്കും. ഐ ഷാൽ കീപ് യുവർ അഡ്വൈസ് ഇൻ മൈൻഡ് ആൻഡ് ട്രൈ നോട്ട് ടു ലൂസ് എനി ക്വാർട്ടർ മാർക്സ്. എന്നിട്ട് 4 മാർക്ക് പോലും ഇനി മേലാൽ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കാം. യുവേഴ്സ് എവർ ഒബീഡിയന്റ് സൺ രാഹുൽ. ആസ് ഓൾവേസ്, എപ്പോഴത്തെയും പോലെ, യുവർ എവർ ഒബീഡിയന്റ്, എന്നും അനുസരണയുള്ള. ഒബീഡിയന്റ് എന്ന വാക്കിന്റെ അർത്ഥം അനുസരണയുള്ള എന്നാണ് കേട്ടോ. എവർ ഒബീഡിയന്റ് സൺ രാഹുൽ. ഇതാണ് നമ്മുടെ പാഠത്തിന്റെ ആശയം. അവസാനം ആ കുട്ടി ഒരു കാര്യം കൂടി എഴുതണ്ടേ, പോസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് PS എന്ന് എഴുതിയിട്ട് കത്തിന്റെ അവസാന ഭാഗം. യുവർ ഐസ് വിൽ നോട്ട് സീ ദിസ് ആംഗ്വിഷ്ഡ് പ്ലീ. എൻ്റെ ഈ ദേഷ്യം നിറഞ്ഞ ഈ അപേക്ഷ അച്ഛന്റെ കണ്ണുകൾ കാണുകയില്ല. മൈ ഫാദർ, this was only to lighten my overburdened heart. അമിതഭാരം നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഞാൻ എഴുതിയൊരു കത്ത് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾ ആർട്ടറീസ് ആൻഡ് മസിൽസ്. ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ കുറേ ആർട്ടറികളും മസിലുകളും ധമനികളും മാംസപേശികളും കൊണ്ട് മാത്രമല്ല